അമേരിക്കയിൽ താമസിക്കുന്ന മലയാളികൾ, അമേരിക്കൻ പൗരന്മാർ, ഗ്രീൻ കാർഡ് ഉടമകൾ, H1B, L1, F1 പോലെയുള്ള വിസകളിൽ കഴിയുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വിഷയമാണ് ഇപ്പോൾ US-ൽ ചർച്ചയാകുന്നത്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന സേവ് ആക്ട് എന്ന നിയമനിർദ്ദേശത്തെക്കുറിച്ചാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ നിയമം കോൺഗ്രസ് അടിയന്തരമായി പാസ്സാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ നിയമം പ്രാബല്യത്തിൽ വന്നാൽ അമേരിക്കൻ ഫെഡറൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാനുള്ള യോഗ്യതയും വോട്ടർ രജിസ്ട്രേഷൻ നടപടികളും കൂടുതൽ കർശനമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് വോട്ടർ രജിസ്ട്രേഷൻ സമയത്ത് അമേരിക്കൻ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കണമെന്നതാണ് നിർദ്ദേശത്തിലെ പ്രധാന മാറ്റങ്ങളിലൊന്ന്. എന്താണ് സേവ് ആക്ട്? ആർക്കൊക്കെയാണ് ഇത് ബാധിക്കുക? അമേരിക്കൻ പൗരന്മാരായ മലയാളികൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതുപോലെ ഗ്രീൻ കാർഡ്, H1B, F1 തുടങ്ങിയ സ്റ്റേറ്റസുകളിൽ കഴിയുന്നവർ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ആദ്യം തന്നെ എന്താണ് സേവ് ആക്ട് എന്ന് നോക്കാം. സേവ് ആക്ട് എന്നതിന്റെ പൂർണ്ണരൂപം സേഫ് ഗാർഡ് അമേരിക്കൻ വോട്ടർ എലിജിബിലിറ്റി ആക്ട് എന്നാണ്. അമേരിക്കൻ തെരഞ്ഞെടുപ്പുകളിൽ യോഗ്യതയുള്ള അമേരിക്കൻ പൗരന്മാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയൂ എന്ന നിലവിലെ നിയമപരമായ വ്യവസ്ഥ കൂടുതൽ കർശനമായി നടപ്പിലാക്കുകയാണ് ഈ നിർദ്ദേശത്തിന്റെ പ്രധാന ലക്ഷ്യം. വോട്ടർ രജിസ്ട്രേഷൻ സമയത്ത് ഒരു വ്യക്തി താൻ അമേരിക്കൻ പൗരനാണെന്ന് പറയുന്നതിന് പുറമെ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ നൽകണമെന്നും നിർദ്ദേശം പറയുന്നു. ഇതിനൊപ്പം ഫെഡറൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുമ്പോൾ തിരിച്ചറിയൽ രേഖ കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളും നിർദ്ദേശത്തിലുണ്ട്. തപാൽ വോട്ടുമായി ബന്ധപ്പെട്ട നടപടികളിലും കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്നതാണ് നിർദ്ദേശത്തിലെ മറ്റൊരു പ്രധാന ഭാഗം. ഈ വിഷയത്തിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയും ട്രംപ് പരാമർശിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ വോട്ടർമാർക്ക് തിരിച്ചറിയൽ രേഖ ഉപയോഗിക്കുന്ന സംവിധാനം ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്കയിലും സമാനമായ രീതിയിലുള്ള പരിശോധനകൾ വേണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടെ സാധുവായ ഫോട്ടോ തിരിച്ചറിയൽ രേഖ ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ചും ട്രംപ് പരാമർശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയിലും വോട്ടർ രജിസ്ട്രേഷനും വോട്ടർ തിരിച്ചറിയൽ നടപടികളും കൂടുതൽ കർശനമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമേരിക്കൻ പൗരന്മാരായ മലയാളികളെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. അമേരിക്കൻ പൗരത്വം നേടിയ മലയാളികൾക്ക് ഈ നിർദ്ദേശം പ്രധാനപ്പെട്ടതാണ്. സേവ് ആക്ട് പ്രാബല്യത്തിൽ വന്നാൽ വോട്ടർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അമേരിക്കൻ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ ആവശ്യമായി വരാം. ഉദാഹരണത്തിന് US പാസ്പോർട്ട്, US ബർത്ത് സർട്ടിഫിക്കറ്റ്, നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടാകാം. പ്രത്യേകിച്ച് നാച്ചുറലൈസേഷൻ വഴി അമേരിക്കൻ പൗരത്വം നേടിയവർ തങ്ങളുടെ പൗരത്വ രേഖകൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. പേരിൽ മാറ്റമുണ്ടെങ്കിലും അതും ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റിലുള്ള പേര് മറ്റൊരു രേഖയിലെ പേരുമായി വ്യത്യാസമാണെങ്കിൽ വിവാഹ സർട്ടിഫിക്കറ്റ് പോലുള്ള അധിക രേഖകൾ ആവശ്യമായി വരുന്ന സാഹചര്യം ഉണ്ടാകാം. ഗ്രീൻ കാർഡ്, H1B, F1 ഉടമകൾ ശ്രദ്ധിക്കുക. ഗ്രീൻ കാർഡ് ഉടമകൾ H1B, L1, F1 തുടങ്ങിയ നോൺ ഇമിഗ്രന്റ് സ്റ്റേറ്റസിലുള്ളവർ അമേരിക്കൻ പൗരനല്ലെങ്കിൽ ഫെഡറൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ അർഹരല്ല. അതുകൊണ്ട് വോട്ടർ രജിസ്ട്രേഷൻ സംബന്ധിച്ച ഫോമുകൾ പൂരിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പൗരത്വമില്ലാത്ത ഒരാൾ തെറ്റായി താൻ അമേരിക്കൻ പൗരനാണെന്ന് രേഖപ്പെടുത്തുകയോ വോട്ട് ചെയ്യുകയോ ചെയ്യുന്നത് ഗുരുതരമായ നിയമപ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ പൗരത്വമില്ലാത്തവർ വോട്ടർ രജിസ്ട്രേഷൻ സംബന്ധിച്ച ഏതെങ്കിലും ഫോം പൂരിപ്പിക്കുന്നതിന് മുൻപ് അതിന്റെ ഉള്ളടക്കം കൃത്യമായി പരിശോധിക്കണം. DMV ഫോമുകളിലും ശ്രദ്ധ വേണം. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം, പല സംസ്ഥാനങ്ങളിലും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമ്പോഴോ പുതുക്കുമ്പോഴോ DMV ഓഫീസുകളിൽ ചില വോട്ടർ രജിസ്ട്രേഷൻ ഓപ്ഷനുകൾ ലഭിക്കാറുണ്ട്. ഇത്തരം ഫോമുകൾ പൂരിപ്പിക്കുമ്പോൾ താൻ അമേരിക്കൻ പൗരനാണോ അല്ലയോ എന്ന കാര്യം കൃത്യമായി പരിശോധിക്കണം. അറിയാതെ തെറ്റായ കോളത്തിൽ ടിക്ക് ചെയ്യുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്യരുത്. പ്രത്യേകിച്ച് അമേരിക്കൻ പൗരനല്ലാത്തവർ ഇത്തരം സർക്കാർ ഫോമുകളിൽ വിവരങ്ങൾ നൽകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഇനി സേവ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഈ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പേര് സേവ് സിസ്റ്റം ആണ്. സേവ് എന്നത് സിസ്റ്റമാറ്റിക് ഏലിയൻ വെരിഫിക്കേഷൻ ഫോർ എൻടൈറ്റിൽമെന്റ്സ് എന്നാണ്. അമേരിക്കൻ സർക്കാർ വിവിധ ആനുകൂല്യങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഒരാളുടെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണിത്. സേവ് ആക്ട് സംബന്ധിച്ച നിർദ്ദേശങ്ങളിൽ വോട്ടർ യോഗ്യത പരിശോധിക്കുന്നതിനായി സർക്കാർ ഡേറ്റാബേസുകൾ തമ്മിലുള്ള പരിശോധന ശക്തമാക്കുന്ന രീതിയെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. അതിലൂടെ വോട്ടർ പട്ടികയിൽ തെറ്റായി ഉൾപ്പെട്ടിട്ടുള്ള യോഗ്യരല്ലാത്ത ആളുകളെ കണ്ടെത്താൻ കൂടുതൽ പരിശോധന നടത്തുകയാണ് ലക്ഷ്യം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഗ്രീൻ കാർഡ് ഉള്ളത് കൊണ്ട് മാത്രം അമേരിക്കൻ ഫെഡറൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭിക്കില്ല. അതുപോലെ H1B, L1, F1 തുടങ്ങിയ വിസയിലുള്ളവർക്കും അമേരിക്കൻ പൗരത്വമില്ലെങ്കിൽ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് വോട്ടർ രജിസ്ട്രേഷൻ സംബന്ധിച്ച എന്തെങ്കിലും രേഖകളിൽ ഒപ്പിടുന്നതിന് മുൻപ് അതിലെ വിവരങ്ങൾ കൃത്യമായി പരിശോധിക്കണം.
അറിയാതെ തെറ്റായ വിവരം നൽകുന്നത് ഭാവിയിലെ ഇമിഗ്രേഷൻ നടപടികളും നിയമപരമായ പ്രശ്നങ്ങളിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. എന്നാൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: സേവ് ആക്ട് ഒരു നിയമനിർദ്ദേശമാണ്. ഇത് കോൺഗ്രസ് പാസാക്കി നിയമമായി പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് അതിലെ വ്യവസ്ഥകൾ നിലവിലെ നിയമമായി കാണരുത്. അതുകൊണ്ട് നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നത് വരെ ഔദ്യോഗിക സർക്കാർ അറിയിപ്പുകൾ പരിശോധിക്കണം. നിങ്ങളുടെ വ്യക്തിഗത ഇമിഗ്രേഷൻ സ്റ്റേറ്റസിനെയോ പൗരത്വത്തിനെയോ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ യോഗ്യനായ ഇമിഗ്രേഷൻ അറ്റോർണിയുടെയോ നിയമവിദഗ്ധന്റെയോ സഹായം തേടുന്നതാണ് ഏറ്റവും സുരക്ഷിതം. അമേരിക്കയിൽ താമസിക്കുന്ന മലയാളികൾക്ക് പ്രത്യേകിച്ച് ഓർക്കാനുള്ളത് 3 കാര്യങ്ങളാണ്. 1. നിങ്ങൾ അമേരിക്കൻ പൗരനാണെങ്കിൽ നിങ്ങളുടെ പൗരത്വ രേഖകൾ സുരക്ഷിതമായി സൂക്ഷിക്കുക. 2. നിങ്ങൾ പൗരനല്ലെങ്കിൽ വോട്ടർ രജിസ്ട്രേഷൻ സംബന്ധിച്ച രേഖകളിൽ തെറ്റായ വിവരങ്ങൾ നൽകരുത്. 3. സേവ് ആക്ട് സംബന്ധിച്ച അന്തിമ നിയമമാറ്റങ്ങൾക്കായി USCIS, കോൺഗ്രസ്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് അധികൃതർ തുടങ്ങിയ ഔദ്യോഗിക പ്രോസസ്സിംഗിലെ വിവരങ്ങൾ മാത്രം പരിശോധിക്കുക. അമേരിക്കൻ ഭരണകൂടം, ഇമിഗ്രേഷൻ നിയമങ്ങൾ, പൗരത്വം, വോട്ടർ നിയമങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.